ഇത് ഞങ്ങൾ പാമ്പൂർക്ക് ലിൻഡയുടെ വീട്ടിലേക്കൊക്കെ കാവടിക്ക് പോയ ആ ദിവസത്തെ വീഡിയോ ഉണ്ടാം. എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഡേറ്റ് വൈകി പോയതുണ്ടാം. ഞാനും അനയും ആരവും കൂടിയിട്ടാണ് പോയത്. ഇവിടുന്ന് പോകുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ഓട്ടോറിക്ഷയിലിരുന്ന് നിങ്ങളുടെ വക ഓരോ ഗോഷ്ഠികളാണ് കാണിക്കണത്. ഓട്ടോറിക്ഷക്കാർക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അതിന് ഞങ്ങൾ പടിഞ്ഞാറക്കോട്ടെത്തിയപ്പോൾ പോകുന്ന വഴിയെടുക്കൂ എന്നാരോ പറഞ്ഞുകൊണ്ട് പോകുന്ന വഴിയൊക്കെ എടുക്കണ്ട. അപ്പം അതിൻ്റെ ഇടയിൽ അനയെ പിണങ്ങിയിട്ടാണ് ഇരിക്കണത്. എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ആൾ പിണങ്ങിയിട്ടിരിക്കുക. അപ്പോൾ അവളനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവളിപ്പോൾ ഇത് നമുക്ക് ദേഷ്യത്തിൽ നോക്കും ഒക്കെ ചെയ്യും കേട്ടോ. ഫോൺ മാറ്റി പിടിക്കും പറയട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പൂങ്കുന്ന വഴിക്കാണ് പോണത്. അങ്ങനെ ഞങ്ങൾ പോയി. ഇതിപ്പോൾ ഞങ്ങൾ ചെമ്പിശ്ശേരി പാലമൊക്കെ ഇറങ്ങി അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താറായിട്ടോ. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് ഇട്ട സ്ഥലം തൊട്ടിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6:15 സമയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി വരുന്നുള്ളൂ കേട്ടോ. പിന്നെ കാവടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ബ്ലോക്ക് പോലെ വന്നു. ഗൈസ്, ഇതാണ് അമ്പലം കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെ എത്താറായി. ഇതാണ് അമ്പലം. പിന്നീട് അമ്പലം കാണില്ല എന്തായാലും, കാരണം ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറിയില്ല. അങ്ങനെ ധൈര്യൻ്റെ വീടിൻ്റെ അവിടെ എത്തി ഓട്ടോറിക്ഷ ഇറങ്ങി. അപ്പോൾ ഈ വഴിക്ക് അങ്ങനെ ഓട്ടോറിക്ഷ ഒന്നും കൊണ്ടുവന്നില്ല. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനയെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അനയ്ക്ക് വീട് അറിയാം, ആരവിന് വീട് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഫ്രണ്ടിൽ അവരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നത് ഇത് മോനാണ് കേട്ടോ, അവളുടെ മോനാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് അവരോട് വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോയ്ക്ക് എടുത്തു. അവളുടെ കൂടെ ഫോട്ടോയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിള്ളേരോട് എടുത്ത ഫോട്ടോ ഞാൻ ഇട്ടുവെന്ന് മാത്രം. ഇതാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ എടുത്ത ഫോട്ടോയാണ് കേട്ടത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കഴിച്ച് അമ്പലത്തിൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയൊന്നുമില്ല കേട്ടോ. ഇത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, ഇരുട്ടാണ്, കാണുന്ന ആൾക്കാരൊന്നും കാണുന്നുണ്ടാവില്ല. ഞങ്ങൾ കുറച്ച് പേര് എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ പോണതാണ്. ഇത് അവിടെ ചെന്നിട്ട് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാവടിക്ക് പോയിട്ട് കാവടി കാണാണ്ട് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. കാരണം കാവടി തുടങ്ങുമ്പോൾ തന്നെ ഒരു 8 മണിയൊക്കെ ആവും കേട്ടോ. പക്ഷേ 8 മണിയാകുമ്പോഴേക്കും എനിക്ക് വീട്ടിലേക്ക് തിരിച്ച് പോരണമായിരുന്നു. ബസ് കിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് വേഗം പോകേണ്ട കാരണം കൊണ്ടാണ് കേട്ടോ അവർ എൻ്റെ കൂടെ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇതുകളൊക്കെ ഇങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. ഈ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. പിന്നെ പോരാനേക്കാൾ മുമ്പ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോയൊക്കെ ഒന്ന് എടുത്തു, സെൽഫിയൊക്കെ എടുത്തു. ഇത് ലിൻഡയുടെ വീടിൻ്റെ നേരിട്ട് ഇവിടുത്തെ കുട്ടി കേട്ടോ. പിന്നെ കുറേ പേരുണ്ട്. ഇത് ഞങ്ങൾ രണ്ടാളും കൂടി ഞങ്ങളെ വക ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് കേട്ടോ അവളെന്നെ കാണണത്. ഫോണിൽ കൂടെയുള്ള കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്നത് കുറേ നാളായിട്ട്. അമ്മ മരിച്ച സമയത്ത് കണ്ടതാട്ടോ. പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ പോരാൻ ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ തിരിച്ച് പോന്നത്. അവർക്കും ഇപ്പോൾ പോകണ്ടടി, നാളെ പോയാൽ മതി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ. പക്ഷേ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ പോകുന്നു.